തിരുവചനം, ജീവൻ നൽകിയ വചനം, ജീവന്റെ വചനം. പുതിയൊരു ജനനം നൽകും പരിശുദ്ധാത്മാവേ, പുതിയൊരു ശക്തിയിലുണരാ കൃപ നീ ചൊരിയണമേ. കരങ്ങൾ മുകളിലേക്ക് അടിച്ചുകൊണ്ട് പുതിയൊരു ജനനം നൽകും പരിശുദ്ധാത്മാവേ, പുതിയൊരു ശക്തിയിലുണരാ കൃപ നീ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. ജോർദാൻ നദിയിലന്ന് പറന്നിറങ്ങിയപ്പോ വരദാനങ്ങളുമാ ആഗതനാകണമേ. ജോർദാൻ നദിയിലന്ന് പറന്നിറങ്ങിയപ്പോ വരദാനങ്ങളുമാ ആഗതനാകണമേ. മാലിന്യങ്ങളകറ്റി അന്ധതയെല്ലാം നീക്കി, മാലിന്യങ്ങളകറ്റി അന്ധതയെല്ലാം നീക്കി, വിശ്വാസത്തിലുറയ്ക്കാൻ കൃപ നീ ചൊരിയണമേ, വിശ്വാസത്തിലുറയ്ക്കാൻ കൃപ നീ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ, കവിഞ്ഞൊഴുകണമേ, കവിഞ്ഞൊഴുകണമേ. ഇരുകരങ്ങളും ഉയർത്തി സ്തുതിയോടെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ, അങ്ങയുടെ വിശുദ്ധ വേദപ്രമാണത്തിൽ അടങ്ങിയിരിക്കുന്ന അത്ഭുതമേറിയ കാര്യങ്ങളെ കാണുവാനും ഗ്രഹിക്കുവാനും ഞങ്ങളുടെ ആത്മീയ കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. ആമേൻ. 16-ാം സങ്കീർത്തനം. ദൈവമേ, ഞാൻ നിങ്ങൾ പ്രത്യാശിച്ചിരിക്കുകയാൽ എന്നെ കാത്തു പരിപാലിക്കണമേ. ഞാൻ കർത്താവിനോട് എൻ്റെ കർത്താവ് നീ ആകുന്നുവെന്നും എൻ്റെ നന്മ നിൻ്റെ അടുക്കൽ നിന്നാകുന്നു എന്നും പറഞ്ഞു. ഭൂമിയിലെ ശുദ്ധിമാന്മാരോടും മഹത്തുക്കളോടും എൻ്റെ ഇഷ്ടം എല്ലാം അവരിലാകുന്നു എന്ന് ഞാൻ പറഞ്ഞു. അന്യദേവനെ കൈക്കൊള്ളുന്നവരുടെ നൊമ്പരങ്ങൾ വേഗത്തിൽ വർദ്ധിക്കും. അവരുടെ രക്തപാനീയ ബലികളെ ഞാൻ കഴിക്കുകയില്ല. അവരുടെ നാമങ്ങളെ എൻ്റെ അധരങ്ങളിൽ ഓർക്കുകയില്ല. എൻ്റെ അവകാശത്തിൻ്റെയും പാനപാത്രത്തിൻ്റെയും ഓഹരിയാകുന്ന കർത്താവേ, എൻ്റെ അവകാശത്തെ എനിക്ക് തിരിച്ചു തരുന്നവൻ നീയാകുന്നു. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. ബാരക്കുമോർ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. യേശു എൻ്റെ ദൈവമാണ്, യേശു എൻ്റെ കർത്താവാണ്, യേശു എൻ്റെ നാഥനാണ്, യേശു എൻ്റെ രക്ഷകനാണ്. ഹല്ലേലൂയ. ഓ, അത്യുന്നതന്റെ മറയിൽ വസിക്കുകയും സർവശക്തന്റെ നീലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ യഹോവയെ കുറിച്ച് പറയും, അവൻ എൻ്റെ സങ്കേതവും കോട്ടയും, ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവം. അവൻ നിന്നെ വേട്ടക്കാരൻ്റെ കെണിയിൽ നിന്നും നാശകരമായ മഹാമാരിയിൽ നിന്നും വിടുവിച്ചതാ. തൻ്റെ തൂവൽ കൊണ്ട് അവൻ നിന്നെ മറയ്ക്കും. അവൻ്റെ ചിറകിൻ കീഴിൽ നീ ശരണം പ്രാപിക്കും. അവൻ്റെ വിശ്വസ്തത നിനക്ക് പരിചയം പലകയുമാ. രാത്രിയിലെ ഭയത്തിൽ നിന്നും, പകൽ പറക്കുന്ന അസ്ത്രത്തിൽ നിന്നും, ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയിൽ നിന്നും, ഉച്ചയ്ക്ക് നശിക്കുന്ന സംഹാരത്തിൽ നിന്നും
നമുക്ക് പേടിക്കാനില്ല. ഹല്ലേലൂയ. കാരണം നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കുവാൻ അവൻ നിന്നെക്കുറിച്ച് ദൂതന്മാരോട് കൽപ്പിക്കും. അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടുവിക്കും. ഹല്ലേലൂയ. എനിക്ക് വേണ്ടി ജീവൻ തന്ന, എനിക്ക് വേണ്ടി മുഴുവൻ രക്തം ഊറ്റി തന്ന, എനിക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റ്, എനിക്ക് വേണ്ടി സ്ഥലമൊരുക്കി, എനിക്ക് വേണ്ടി വീണ്ടും വരുന്ന എൻ്റെ യേശുവിനെ ജീവിക്കും. യേശുവിടെ വന്നിട്ടുണ്ട്. കുഷ്ഠരോഗിയെ തൊട്ട് അവൻ്റെ സ്ഥിതി മാറ്റിയ ദൈവം വന്നിട്ടുണ്ട്. കണ്ണുകൊടൻ്റെ കണ്ണിൽ മണ്ണ് കുഴച്ച് പുരട്ടി അവൻ്റെ സ്ഥിതി മാറ്റിയ യേശുവിടെ വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. യായിറോസിന്റെ മകളുടെ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ച യേശുവിടെ വന്നിട്ടുണ്ട്. നമ്മുടെ സ്ഥിതി മാറ്റുന്ന ദൈവം. ഹല്ലേലൂയ. അഞ്ചപ്പം എടുത്ത് 5000 പോഷിപ്പിച്ച ഹല്ലേലൂയ കർത്താവിടെ വന്നിട്ടുണ്ട്. നമ്മുടെ സ്ഥിതി മാറാൻ പോകുകയാ. നമ്മുടെ വല നിറയ്ക്കാൻ പോകുകയാ. വലതുഭാഗത്ത് വല വീശ്. കീറാറാകുവോളം മീനിനെ കൊടുത്ത് അനുഗ്രഹിച്ച യേശു വന്നിട്ടുണ്ട്. അകത്ത് വരുമ്പോൾ നീ അനുഗ്രഹിക്കപ്പെടും, പുറത്തു പോകുമ്പോൾ നീ അനുഗ്രഹിക്കപ്പെടും, വയലിൽ നീ അനുഗ്രഹിക്കപ്പെടും, പട്ടണത്തിൽ നീ അനുഗ്രഹിക്കപ്പെടും, നിന്റെ കൃഷിഫലം അനുഗ്രഹിക്കപ്പെടും, നിന്റെ കന്നുകാരുടെ പേരും പിറപ്പും അനുഗ്രഹിക്കപ്പെടും, നിന്റെ മക്കൾ അനുഗ്രഹിക്കപ്പെടും. നിന്റെ നേരെ ശത്രു വരും, അവർ 7 വഴിയായി ഓടിപ്പോകും. ഹല്ലേലൂയ. നീ വായ്പ വാങ്ങുകയില്ല. ഈ 2025 നീ വായ്പ വാങ്ങുകയില്ല. നീ അനേകം ജാതികൾക്ക് വായ്പ കൊടുക്കും. സ്ഥിതി മാറ്റുന്ന യേശുവിടെ വന്നിട്ടുണ്ട്. നിന്റെ ബുദ്ധിമുട്ടൊക്കെയും തന്റെ ധനത്തിനൊത്തക്കവണ്ണം ക്രിസ്തുയേശുവിൽ പൂർണ്ണമായി തീർത്തു തരുന്ന ദൈവം. ഹല്ലേലൂയ. സ്ഥിതി മാറ്റുന്ന ദൈവം. മിസ്രയീമിന്റെ അടിമത്തിൽ വിടുവിച്ച് ഇസ്രായേൽ ജനത്തെ ഹല്ലേലൂയ മരുഭൂമിയിൽ നടക്കുമ്പോൾ ഹല്ലേലൂയ പകൽ മേഘസ്തംഭം, രാത്രി അഗ്നിസ്തംഭവുമായി വഴി നടത്തിയ യേശു ഹല്ലേലൂയ സ്വർഗത്തിലെ ദൈവം 2025 നമ്മെ വഴി നടത്തും. ഹല്ലേലൂയ. മരുഭൂമിയിൽ കൂടെ നടത്തിയ ദൈവം, മുമ്പിൽ ചെങ്കടല്, പിമ്പിൽ ഫറവോന്റെ സൈന്യം. ആർത്തിരുമ്പുന്ന ചെങ്കടലിനെ കണ്ട് നീ പേടിക്കണ്ട. ഹല്ലേലൂയ. ചെങ്കടലിനെ ചെങ്കൽപാതയാക്കുന്ന യേശുവിടെ വന്നിട്ടുണ്ട്. നിന്റെ കടഭാരം യേശു ഏറ്റെടുക്കുകയാ. ഭർത്താവിന്റെ മദ്യപാനം ഇന്ന് രാത്രി ആ ഭർത്താവിന്റെ സ്ഥിതി മാറ്റും. ദമസ്കോസിന്റെ പടിവാതിലൊക്കെ ശൗലിനെ പൗലോസാക്കിയ യേശുവിടെ വന്നിട്ടുണ്ട്. സ്ഥിതി മാറ്റുന്ന ദൈവം. ഹല്ലേലൂയ. വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. പ്രാർത്ഥിച്ചാൽ ദൈവം പ്രവർത്തിക്കും. ആരാധിച്ചാൽ ദൈവം വിടുവിക്കും. ആശ്രയിച്ചാൽ ദൈവം കരുതും. മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. ഹല്ലേലൂയ. ഇന്ന് നമ്മുടെ മുറിവുകൾക്ക് ദൈവം പൊറുതി വരുത്തും. നമ്മുടെ സന്തതി പുരാതന ശൂന്യങ്ങളെ പണിയും. നീ നനവുള്ള തോട്ടമായി തീരും. നീ വറ്റിപ്പോകാത്ത നീറുറവയായി തീരും. നീ വിളിക്കുമ്പോൾ യഹോവ ഉത്തരമരുളും. ദാസന്റെ കണ്ണ് യജമാന്റെ കയ്യിലേക്ക് എന്ന പോലെ, ദാസിയുടെ കണ്ണ് യജമാനത്തിയുടെ കയ്യിലേക്ക് എന്ന പോലെ ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു. എൻ്റെ സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശവും ഭൂമിയും സൃഷ്ടിച്ച യഹോവയെങ്കിൽ നിന്ന് വരുന്നു. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചില്ല. സിംഹക്കുട്ടികളും ഇര കിട്ടാതെ വിശന്നിരിക്കും. എന്നാൽ യഹോവയെ അന്വേഷിക്കുന്നവർക്ക്, യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവില്ല. ആരൊക്കെ ദൈവത്തെ അന്വേഷിച്ചിട്ടുണ്ടോ? നിങ്ങൾ ദൈവത്തോട് അടുത്ത് ചെല്ലുവീൻ, എന്നാൽ ദൈവം നമ്മളോട് അടുത്ത് വരും. നിങ്ങൾ ദൈവത്തോട് അടുത്ത് ചെല്ലുവീൻ, എന്നാൽ യഹോവ നമ്മളോട് അടുത്ത് വരും. ഹല്ലേലൂയ. നീ ഉയർച്ച തന്നെ പ്രാപിക്കും. നീ വിളിക്കുമ്പോൾ യഹോവ ഉത്തരമരുളും. ആരൊക്കെ വിളിച്ചിട്ടുണ്ടോ? 12 വർഷമായി രക്തവസ്ത്രമുള്ള സ്ത്രീയും പ്രിയമുള്ളവരെ, അവളുടെ സമ്പത്ത് മുഴുവൻ ഡോക്ടർമാർ കൊടുത്തു, സമ്പത്ത് മുഴുവൻ വൈദ്യന്മാർ കൊടുത്തു. ഒട്ടും ഭേദം വരാത്തവരായി നിരാശയോടിരുന്ന ആ സ്ത്രീ ഉണ്ടല്ലോ, കൊഞ്ചുപോലെ വളഞ്ഞു. അവളുടെ രക്തം മുഴുവൻ പറ്റി. അങ്ങനെ പരവശയായിരുന്ന സ്ത്രീ യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലേൽ തൊട്ടു. ഹല്ലേലൂയ. ഇന്ന് രാത്രി കരം നീട്ടി യേശുവിനെ തൊടാമോ? ഹല്ലേലൂയ. ഉടനെ യേശു നിന്നു. ഹല്ലേലൂയ. യേശുവിൽ നിന്ന് ശക്തി അവളിലേക്ക് വ്യാപരിച്ചു.
ബാധ മാറി സ്വസ്ഥയായി തീർന്നു. ഹല്ലേലൂയ. ഇന്ന് ബാധ മാറി സ്വസ്ഥനാക്കി തരുന്ന ഒരു യേശുവിടെ വന്നിട്ടുണ്ട്. 18 വർഷക്കാലം കൂനി നടന്നൊരു സ്ത്രീ ഉണ്ടല്ലോ, 18 കൊല്ലം ഒട്ടും നിവരാൻ പറ്റില്ലായിരുന്നു. എന്നാൽ യേശു അവളെ തൊട്ടു. ഹല്ലേലൂയ. അവളുടെ കൂന് നിവർന്ന് വന്നു. ആ യേശുവിടെ വന്നിട്ടുണ്ട്. ഇന്ന് നമ്മളിന്ന് തൊടാൻ കർത്താവിടെ വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. സമാധാനമില്ലാതെ ആരെങ്കിലും വന്നിട്ടുണ്ടോ? സമാധാന പ്രഭുവോട് വന്നിട്ടുണ്ട്. സന്തോഷമില്ലാതെ ആരെങ്കിലും വന്നിട്ടുണ്ടോ? സർവ്വജനത്തിനുണ്ടാവാനുള്ള മഹാസന്തോഷമായ യേശുക്രിസ്തു വന്നിട്ടുണ്ട്. നിരാശയിൽ ആരെങ്കിലും വന്നിട്ടുണ്ടോ? പ്രത്യാശ നൽകുന്ന യേശുവിടെ വന്നിട്ടുണ്ട്. ആ യേശുവിനെ വിളിക്ക്. ഒന്ന് വിളിച്ച് എൻ്റെ യേശുവേ എന്ന് വിളിച്ച്, ഹൃദയം നുറുങ്ങിയെന്ന് വിളിച്ച്, യേശുവേ എന്ന് ഹൃദയം നുറുങ്ങിയെന്ന് വിളിച്ച്. യേശുവിന്റെ കരം നീണ്ടു വരുന്നുണ്ട്. അത് ആണിപ്പാടുള്ള കരമാണ്, അത് ഉയർന്നിരിക്കുന്ന കരമാണ്, അത് വീര്യം പ്രവർത്തിക്കുന്ന കരമാണ്, അത് അന്വേഷിക്കുന്നവർക്ക് അനുകൂലമായി യേശുവിന്റെ കരമാണ്, അത് കാൽവരിക്കുരിശിൽ നീട്ടപ്പെട്ട കരമാണ്. യേശുവിന്റെ കരം നീണ്ടു വരുന്നുണ്ട്. വിളിക്ക്, ഹൃദയം നുറുങ്ങി ഒന്ന് വിളിച്ച്, എൻ്റെ യേശുവേ, ഞാൻ ചെല്ലുമ്പോൾ എൻ്റെ വീട്ടിൽ എൻ്റെ കുടുംബത്തിന്റെ സ്ഥിതി ഒന്ന് മാറ്റണമേ. ആ ജപ്തിനോട് ഒന്ന് ഏറ്റെടുക്കണപ്പാ. എൻ്റെ മക്കളൊന്ന് മടങ്ങി വരട്ടെ അപ്പാ. ഹല്ലേലൂയ. ഞാൻ ജീവനോടിരിക്കുമ്പോൾ ഇപ്രകാരം ഞാൻ നിന്നെ വാഴ്ത്തും, നിന്റെ നാമത്തിൽ ഞാൻ എൻ്റെ കൈകളെ ഉയർത്തും. ഹല്ലേലൂയ. ഉല്ലാസത്തിന്റെയും ജയത്തിന്റെയും ഘോഷം നീതിമാന്മാരുടെ കൂടാരങ്ങളിൽ ഉണ്ട്. അവിടെ യഹോവയുടെ കരം ഉയർന്നിരിക്കും. സ്തുതിക്കുന്നവന്റെ കുടുംബത്തിൽ യഹോവയുടെ കരം ഉയർന്നിരിക്കും. ഓ ഹല്ലേലൂയ. ആരാധിക്കുന്നവരുടെ കുടുംബത്തിൽ യഹോവയുടെ കരം വീര്യം പ്രവർത്തിക്കും. ഹല്ലേലൂയ. എപ്പോഴും ദൈവത്തിന് നന്ദി പറയണം. നിൻ സ്തുതിയും ഹല്ലേലൂയയും കർത്താവേ ഞാൻ നിർത്തരുതേ. കർത്താവേ ഞാൻ എന്തൊക്കെ? സ്തുതിയും ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹാലേ സ്തുതി ലൂ നിനക്ക്, ഹല്ലേലൂയ. യഹോവേ നിനക്ക്. ഒരു വാക്ക് പറയുമ്പോൾ 2 ഹല്ലേലൂയ പറയാൻ പഠിപ്പിക്കുന്ന സഭയാ നമ്മുടെ സഭ. മക്കളിൽ അപ്പൻ കൃപ ചെയ്വതുപോലെ നയമാൻ പന പോലെ തളർത്തിടുമേ, വൃദ്ധതയിലും അത് തളർത്തിടുമേ. നിന്നഴകരജൻ മോഹിപ്പ നിന്നാൾ സ്തുതിയോടു രാജമകൾ അൻപുടയോനെ നിൻ വാതിൽ. കേട്ടോ, 2 ഹല്ലേലൂയ. ഒരു വാക്ക് പറയുമ്പോൾ 2 ഹല്ലേലൂയ പറയാൻ സഭ നമ്മെ പഠിപ്പിക്കുമ്പോൾ ഒരു സ്തോത്രം പറയാൻ എന്തിനാ ലജ്ജിക്കണേ? ഹല്ലേലൂയ. സ്തോത്രം പറഞ്ഞ എന്നെ കിട്ടും. കർത്താവ് ഇന്ന് രാവിലെ നമ്മൾ പ്രാർത്ഥിച്ചല്ലോ, കർത്താവേ നിന്റെ കൃപയ്ക്ക് വേണ്ടി സ്തോത്രം ചെയ്യുവാൻ. അപ്പൊ സ്തോത്രം പറഞ്ഞ എന്നെ കിട്ടും, കൃപ കിട്ടും. എല്ലാവരും പറഞ്ഞ യേശുവേ സ്തോത്രം. കർത്താവേ നിന്റെ കൃപയ്ക്ക് വേണ്ടി സ്തോത്രം ചെയ്യുവാനായിട്ട് എൻ്റെ ബോധങ്ങളെ പ്രകാശിപ്പിക്കണമേ. അപ്പൊ സ്തോത്രം പറയുന്നവന് കൃപ കിട്ടും, സ്തോത്രം പറയുന്നതിന്റെ ബോധം പ്രകാശിക്കോ. അപ്പൊ എല്ലാവരും പറഞ്ഞ യേശുവേ സ്തോത്രം. 25 അനുഗ്രഹം കൊണ്ട് ദൈവത്തിന് സ്തോത്രം പറഞ്ഞാൽ. ഹല്ലേലൂയ. സന്ധ്യാനമസ്കാരം. കർത്താവേ നിനക്ക് സ്തോത്രം ചെയ്യുവാനായിട്ട് എൻ്റെ ആത്മാവിനെ കാരാഗ്രഹത്തിൽ നിന്ന് പുറപ്പെടുവിക്കണമേ. സ്തോത്രം പറയുന്നവന്റെ ആത്മാവിനെ കാരാഗ്രഹത്തിൽ നിന്ന് ദൈവം പുറപ്പെടുവിക്കും. ഇപ്പൊ സ്തോത്രം പറയാത്തവന്റെ ആത്മാവ് എവിടെയാ? കാരാഗ്രഹത്തിലാണ്. പലരും പറഞ്ഞ യേശുവേ സ്തോത്രം. നമ്മുടെ ഈ പൊന്നും വെള്ളിയും രൂപയൊന്നും ദൈവത്തിന് വേണ്ട. ഇതൊക്കെ സൃഷ്ടിച്ചതാരാ? എല്ലാം ദൈവം സൃഷ്ടിച്ചത്. നമ്മുടെ പണമൊന്നും ദൈവത്തിന് വേണ്ട, നമ്മുടെ സ്വത്തും ദൈവത്തിന് വേണ്ട. എന്താ നമ്മളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്? ഇപ്പൊ സാറ് പറഞ്ഞല്ലോ, ഒരു സമ്മാനം ദൈവത്തിന് കൊടുക്കണം. ഹല്ലേലൂയ. 2025 ഒരു സമ്മാനം. ഹല്ലേലൂയ. എന്താണ് ആ സമ്മാനം? പ്രിയമുള്ളവരെ, നമ്മുടെ പിതാക്കന്മാർ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. എന്നെ തന്നെ സന്നിധിയിൽ കാഴ്ചയാണ് പാനും നാദ, എന്നെ നിനക്ക് സുഗന്ധമ അർപ്പിപ്പാനും എന്നെ കൊടുക്കുക. ഹല്ലേലൂയ. എങ്ങനെ കൊടുക്കണം? പിതാക്കന്മാർ ഇങ്ങനെ പാടി, ആത്മശരീര മനസ്സുകളാ എന്നോട് തിരുമുൽ കാഴ്ചകളെ. വചനമാണ് മനുഷ്യനെ രൂപാന്തരപ്പെടുത്തുന്നത്. ഹല്ലേലൂയ. നരഭോജികളെ നരസ്നേഹികളാക്കി മാറ്റിയത് ദൈവത്തിന്റെ തിരുവചനമാണ്. അതിലുപരി
ഞാൻ ചിന്തിക്കുകയായിരുന്നു, അപ്പൻ്റെ അമ്മയുടെ കണ്ണുനീര് പാഴായിപ്പോയില്ല. ഹല്ലേലൂയ. ഞാനിവിടെ നിൽക്കുന്നത്, ഈ അഭിഷിക്തന്മാരുടെ മുമ്പിൽ നിൽക്കുന്നത് എൻ്റെ അമ്മയുടെ കണ്ണുനീരാണ്. ഹല്ലേലൂയ. ഞങ്ങൾ രണ്ടാം മക്കളും സുവിശേഷ രംഗത്താണ്. ഹല്ലേലൂയ. ഞങ്ങൾക്ക് വീട്ടിൽ നിന്ന് വീതം വയ്ക്കാനൊന്നും കാര്യമായിട്ടില്ലായിരുന്നു. പക്ഷെ ഒന്ന് കിട്ടി, അമ്മച്ചിയുടെ അപ്പച്ചൻ്റെ കണ്ണുനീര്. ഹല്ലേലൂയ. ശോഭിതമാം സ്വർണ്ണത്തേക്കാ രത്നത്തേക്കാ ബാഷ്പഗണങ്ങൾ തിരുമുൻപിൽ പ്രീതി. കർത്താവേ, എൻ കണ്ണീർ കൈക്കൊണ്ടി തെൻ പാപം കടവും മോചിക്ക. ഹല്ലേലൂയ. നമ്മുടെ ജീവിത പങ്കാളിക്ക് വേണ്ടി, നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി ദിവസവും ഹല്ലേലൂയ 2 തുള്ളി കണ്ണുനീര്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ, മനസ്സ് തകർന്നവരെ അവൻ. 3 വലിയ ആത്മഹത്യ ശ്രമത്തിൽ നിന്നും രക്ഷപ്പെട്ടതിൻ്റെ കാരണം ആ കണ്ണുനീരിനെ ദൈവം കുപ്പിയിലാക്കി വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. മക്കൾക്ക് സമ്പത്തൊന്നുമല്ല കൊടുക്കുന്നത്, വിദ്യാഭ്യാസമല്ല കൊടുക്കുന്നത്, പ്രിയമുള്ള ലണ്ടൻ സ്വപ്നം കാണാനല്ല പഠിപ്പിക്കും, നമ്മുടെ തുള്ളി കണ്ണുനീര്. ഹല്ലേലൂയ. യേശു പറഞ്ഞു, നിങ്ങൾ എന്നെ ചൊല്ലിയൊന്നും കരയണ്ട. നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലി ആദ്യം നമ്മളെ ഓർത്ത് കരയണം. ഹല്ലേലൂയ. നമ്മളെ ഓർത്ത്, നമ്മൾ ചെയ്തു പോയ പാപങ്ങളെ ഓർത്ത് ദൈവസന്നിധിയിൽ കരയണം. ആരൊക്കെ ദൈവസന്നിധിയിൽ കരഞ്ഞിട്ടുണ്ടോ? ഹല്ലേലൂയ. ദാവീദിൻ്റെ നിരവധിയായ പാപങ്ങൾ മാഞ്ഞുപോയത് ദാവീദിൻ്റെ കട്ടിൽ നനച്ചുള്ള കണ്ണുനീരായിരുന്നു. ഹല്ലേലൂയ. പത്രോസ് വലിയ പാപം ചെയ്തു. തൻ്റെ 1.5 കൊല്ലക്കാലം അപ്പനെ വിട്ട്, അമ്മ വിട്ട്, വഞ്ചി വിട്ട്, വല വിട്ട് കൂടെ കൊണ്ടിരുന്ന പ്രധാന ശിഷ്യനായി പത്രോസ് യേശുവിനെ തള്ളി പറഞ്ഞു. ഹല്ലേലൂയ. തള്ളിപ്പറഞ്ഞ് മാത്രമല്ല, പിരാഗി. എന്നാൽ ആ പത്രോസിനെ 1-ാമത്തെ പരിശുദ്ധ പാത്രീകസ് ഭാവിയായി ദൈവം ഉയർത്തിയതിന്റെ കാരണം, പരനെ തള്ളി പറഞ്ഞ പത്രോസ് അതിരാവിലെ പെരുത്ത ദുഃഖം നിറഞ്ഞു, പുറത്തിറങ്ങി പൊട്ടിക്കരഞ്ഞു. കരയുന്നതെന്താ തുല്യ സ്നേഹം മനമേ. നമുക്ക് 2 ഓർഫനേജ് ഉണ്ട്, ആൺകുട്ടികളും പെൺകുട്ടിയും. ഇടുക്കി ഡാമിൻ്റെ അടുത്തായിരുന്നു. 2018 ഉരുൾപൊട്ടി ഇങ്ങനെ വരികയാണ്. ഹല്ലേലൂയ. താഴെ നമ്മുടെ ചാപ്പല്, ഇവിടെ നമ്മുടെ ആൺകുട്ടികളുടെ, അവിടെ പെൺകുട്ടികളുടെ 2 ഓർഫനേജ്. അതിൻ്റെ മുകളിലേക്ക് മണ്ണും ചെളിയും വരികയാണ്. അകലിൽ നിന്ന് ആളുകൾ വിളിച്ചു പറഞ്ഞു. എന്നാൽ അവിടെ നിന്ന് നമ്മുടെ കർത്താവ് അവരെ രക്ഷിച്ചു. ഹല്ലേലൂയ. അവിടെ വന്നപ്പോൾ ചെളിയും വെള്ളവും 2ആയിട്ട് മാറി. ഒന്നും പറ്റാതെ ദൈവം കരുതി. പിന്നെ ഈ കുഞ്ഞുങ്ങളെ എവിടെ കൊണ്ടുപോകും? എൻ്റെ വീട്ടിൽ കൊണ്ട് താമസിച്ചു, ഇവിടെ താമസിച്ചു, മണർകാട് പള്ളിയിൽ കൊണ്ടുവന്ന് കുറേ നാൾ താമസിപ്പിച്ചു. കിടക്കാനിടമില്ല. ഈ സിസ്റ്റർ സൂസൻ ഇവിടെ കമിഴ്ന്ന് കിടന്ന് കരയണ ഞാൻ കണ്ടിട്ടുണ്ട്. ഇവിടെ കമിഴ്ന്ന് കിടന്ന് സിസ്റ്ററുടെ കണ്ണുനീരുടെ വീണു. കർത്താവ്, കുഞ്ഞുങ്ങൾക്ക് താമസിക്കാൻ ഒരു ഇടം വേണം. അപ്പാ, നിങ്ങളുടെ പ്രവർത്തകരൊക്കെ കമിഴ്ന്ന് കിടന്ന് കരഞ്ഞു. ഹല്ലേലൂയ. ആ കണ്ണുനീരിനെ ദൈവം തുരുത്തിയിലാക്കി. ദൈവം ഒരേക്കർ സ്ഥലം തന്നു. അവിടെ കെട്ടിടം പണിയാനുള്ള കൃപ തന്നു. ആരാധിക്കാൻ ചാപ്പൽ തന്നു. ഹല്ലേലൂയ. കണ്ണുനീർ തൂകുമ്പോൾ ദൈവത്തിനു സ്തോത്രം. എൻ്റെ ഇവിടെ സഹായം മേടിക്കാൻ വന്ന സഹോദരി ഹിന്ദുവാണെന്ന് എനിക്ക് തോന്നുന്നു. ഒരു പേര് കേട്ടിട്ട് അങ്ങനെ തോന്നുന്നു. തിമോത്തി സിനിമേൻ്റെ തലയിൽ കൈവച്ച് ഇവിടെ വെച്ച് കഴിഞ്ഞ ആഴ്ചയിൽ പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഒരു തിരുമേനി ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ കേൾക്കണത്. സ്തുതിക്കുക, 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 സ്തുതിക്കുക. ഇത് ഇത്രയും പേരൊക്കെ കേട്ടോണ്ടിരിക്കുക. തിരുമേനി സ്തുതിക്കുക, സ്തുതിക്കുക, സ്തുതിക്കുക. നമ്മുടെ പ്രവർത്തകരെല്ലാം സ്തുതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. തിരുമേനി ആ കയ്യിലങ്ങ് വെക്കുമ്പോൾ ആ മോളുടെ കണ്ണിക്കിടെ കണ്ണുനീരൊഴുകി, കൂടെ വന്നയാളുടെയും കണ്ണുനീരൊഴുകി. ആ കണ്ണുനീരിന് ദൈവം മാനിച്ചു. എമർജൻസി ഓപ്പറേഷൻ വേണം, ബ്ലീഡിങ് നടക്കുന്നു, മഴയുണ്ട്. എന്നാൽ ആ കണ്ണുനീരിന് ദൈവം കണ്ടു. ആ മോൾക്ക് യേശു സൗഖ്യം കൊടുത്തു. യേശു അവളെ തൊട്ടു. ഹല്ലേലൂയ. ഓ, ഇവിടെ എമർജൻസി ഓപ്പറേഷൻ പറഞ്ഞതാ. ബ്ലീഡിങ് മാറി, മഴ മാറി. ഹല്ലേലൂയ. യേശു ജീവിക്കുന്ന ദൈവമാ. ഇന്നും അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവമാ.
ഈ ധ്യാന കേന്ദ്രത്തിൽ എല്ലാ മാസവും 3-ാമത്തെ ഞായറാഴ്ച ധ്യാനമുണ്ട്. നിങ്ങൾ ധ്യാനത്തിന് വരണം. ഹല്ലേലൂയ. ഒരാളെയെങ്കിലും ധ്യാനത്തിൽ കൂട്ടിക്കൊണ്ട് വരണം. ധ്യാനം കൂടിയത് കൊണ്ടാണ് വർഗീസ് സാർ എന്നിവിടെ ഇരിക്കുന്നത്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ആ ധ്യാനമാണ് മനുഷ്യനെ രൂപാന്തരപ്പെടുത്തിയത്. 1-ാം സങ്കീർത്തനം ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം, പാപികളുടെ വഴിയിൽ, പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ, യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് രാപ്പകൽ ധ്യാനിക്കുന്നവൻ. ഹല്ലേലൂയ. ദേവകി ഇവിടെ ഇരിക്കുന്നത് ധ്യാനം കൂടിയത് കൊണ്ടാ. ദേവയ്ക്ക് യേശു സൗഖ്യം കൊടുത്തു. കാണുന്നവരൊക്കെ ദേവി പറയും യേശു എന്നെ സൗഖ്യമാക്കി. മുസ്ലിങ്ങളുടെ വന്നു ഈ ദേവകി മുഖാന്തരം. ഹല്ലേലൂയ. ചെല്ലമ്മ മുഖാന്തരം അനേകർ യേശുവിനെ കാണാൻ വന്നു. ഹല്ലേലൂയ. പാരമ്പര്യം പറയുന്നത് നമ്മൾ എത്ര പേര് ധ്യാന കേന്ദ്രത്തിൽ ഈ 2025 ഹല്ലേലൂയ എല്ലാ മാസവും നടക്കുന്ന ധ്യാനത്തിൽ കർത്താവേ 10 വീടൊക്കെ ഞാൻ കയറി ഇറങ്ങും. ജ്ഞാനം കടണം, ഒരാത്മാവിനെങ്കിലും ക്രിസ്തുവിനെ നേടാൻ. ഹല്ലേലൂയ. എല്ലാ വെള്ളിയാഴ്ചയോടെ ഏകദിന ധ്യാനമുണ്ട്. നിങ്ങൾ കടന്നു വരണം. കർത്താവിൻ്റെ സന്നദ്ധയിൽ ഇരിക്കുന്ന ഒന്നും പാഴാവൂല. ഹല്ലേലൂയ. കുഞ്ഞുങ്ങളെ എൻ്റെ അടുക്കൽ വരുവാൻ വിടുവീൻ, അവരും കുസൃതി എടുത്തോട്ടെ. ഹല്ലേലൂയ. അവനൊക്കെ സുവിശേഷകനായി മാറാൻ പോവാ. ഹല്ലേലൂയ. കർത്താവിൻ്റെ സന്നിധിയിലേക്ക് മക്കളെ വിടണം. പൈതങ്ങളെ എൻ്റെ അടുക്കൽ വരുവാൻ വിടുവീൻ അവരെ. ഹല്ലേലൂയ. എൻ്റെ അമ്മച്ചി വലിയ ചൂട്ടും കെട്ടിക്കൊണ്ട് എങ്ങനെ ഞങ്ങൾ പറയേ പോകും. പരവതാനിയും കസേരയൊന്നുമില്ല, വെറും മണ്ണിൽ ഓല കൊണ്ട് മെടഞ്ഞ ഷീറ്റിലിരുന്ന് വചനം കേൾക്കാനുള്ള ഭാഗ്യം എൻ്റെ കുടുംബത്തിൽ എനിക്ക് ഒരുക്കി തന്നു. അതുകൊണ്ടാണ് ഞാൻ അച്ഛന്മാരുടെ മുമ്പിൽ നിൽക്കുന്നത്. ഹല്ലേലൂയ. നീ വിളിച്ചാൽ ഞാൻ അയക്കാം. ഒരു കുഞ്ഞിനെ കർത്താവിന് കൊടുക്ക്. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ഏകപുത്രനെ പകരം വെക്കാൻ ഒരു മോനില്ല. നമുക്ക് വേണ്ടി അയച്ചു തന്നെങ്കിൽ നമ്മുടെ ഒരു കുഞ്ഞിനെ കർത്താവിന് കൊടുക്ക്. ഹല്ലേലൂയ. നീ വിളിച്ചാൽ ഞാൻ അയക്കാം. നേർച്ച നേരണ്ട, കർത്താവ് വരാറായി. ഹല്ലേലൂയ. ഈ ലോകത്തിൽ സമ്പത്ത്, ദാനധർമ്മങ്ങളെ വാരി വിതരണം. സ്വർഗത്തിൽ നമുക്ക് നിക്ഷേപം ഉണ്ടാവും. കൂട്ടിവെക്കുന്നത് ഒക്കെ കണ്ണീരാ, ഒക്കെ കണ്ണീര്. അല്ലയോ ധനവാന്മാരെ, നിങ്ങളുടെ മേൽ വരുന്ന ദുരിതങ്ങൾ നിമിത്തം കരഞ്ഞ് മുറയിടുവീൻ. നിങ്ങളുടെ ധനം ദ്രവിക്കും, നിങ്ങളുടെ ഉടുപ്പ് പുഴുവരിക്കും, നിങ്ങളുടെ പൊന്നും വെള്ളിയും കറ പിടിക്കും. ആ കറ നിങ്ങൾക്ക് നേരെ സാക്ഷ്യം പറയും. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ കൂട്ടി വെക്കാൻ ക്രിസ്ത്യാനിക്ക് അവകാശമില്ല. എന്താണ് സഭ പഠിപ്പിക്കുന്നത്? ഈ ലോകത്തിൽ ദാനധർമ്മങ്ങളെ വിതയ്ക്കണം. ഹല്ലേലൂയ. വിതയ്ക്കണം. നിന്റെ ദാനം ദരിദ്രരിൽ നീ ഒരിക്കലും മുടക്കരുത്. ഹല്ലേലൂയ. യാചകന്റെ അപേക്ഷയെ നീ നിരസിക്കരുത്. ഹല്ലേലൂയ. ഇവിടെ എല്ലാ ദിവസവും ഇങ്ങനെ രോഗികൾ വരും. ഡയാലിസിസ് രോഗികൾ, ക്യാൻസർ രോഗികൾ. ഒരാരെ പോലും സിസ്റ്റർ ആരെയും വെറുതെ പറഞ്ഞയക്കാറില്ല. ഹല്ലേലൂയ. ഇവിടെ ലഭിക്കുന്ന സ്തോത്ര കാഴ്ചയും, ഇവിടെ ബാങ്കിലിട്ട് കിട്ടുന്നതും, ഇവിടെ സംഭാവന കൊടുക്കുന്നതും, ഈ കോയിൻ ബോക്സ് ഒരെണ്ണം കൊണ്ടാൻ പറ്റുമോ നിങ്ങൾക്ക് 2025? ഹല്ലേലൂയ. ഇതിൽ ലഭിക്കുന്ന അനേക പാവപ്പെട്ടവർക്ക് പട്ടിണി മാറ്റും. ഹല്ലേലൂയ. അനേക രോഗികൾക്ക് ആശ്വാസമായി തീരും. ഹല്ലേലൂയ. ഒരു പൈസ പോലും അനാവശ്യമായി ചെലവഴിക്കാതെ എല്ലാ ദിവസവും ഇവിടെ പാവപ്പെട്ടവർക്ക് ഭക്ഷണം ഒരുക്കുന്നുണ്ട്. ഏത് ദിവസം വേണമെങ്കിലും വന്ന് ഭക്ഷണം കഴിക്കാം. ഒരു ദിവസത്തെ ഭക്ഷണം തെരുവിൽ അലയുന്നവർക്ക് കൊടുക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിനുള്ള അവസരം നിങ്ങൾക്കുണ്ട്. ഹല്ലേലൂയ. കാരുണ്യവാനും നിത്യനും പരിശുദ്ധനുമായ ദൈവമേ, അനുഗ്രഹീതമായ സമയം ഞങ്ങൾ കേട്ടതായ തിരുവചനം ഒത്തിരി സന്തോഷം കിട്ടുവാനാ, ഒരുപാട് സമാധാനം ഞങ്ങളുടെ കുടുംബത്തിൽ അനുഭവിക്കുവാനാ. എന്നാൽ നീ ഞങ്ങളുടെ കൂടെ ഇല്ലെങ്കിൽ, തിരുവചനം പറയുന്ന പോലെ എന്നെ കൂടാതെ ഒന്നും ചെയ്യാൻ, എന്നിൽ വസിച്ചിട്ടല്ലാതെ ഫലം കായ്ക്കാൻ സാധിക്കുകയില്ല. ദൈവം എൻ്റെ ഉള്ളിലേക്ക് വരുന്നത് വിശുദ്ധ കുർബാന വഴിയാണല്ലോ. വിശുദ്ധ കുർബാനയിലൂടെ ഞാൻ സ്വീകരിക്കുന്ന എൻ്റെ ദൈവം, ഞാൻ വിനയപ്പെടുമ്പോൾ, ഞാൻ താഴ്ത്തി കൊടുക്കുമ്പോൾ, ഞാൻ മറ്റുള്ളവരെ സ്നേഹിക്കുമ്പോൾ ആ ദൈവം എന്നിൽ കുടികൊള്ളുകയും എന്നിൽ വളരുകയും ചെയ്യും. പരിശുദ്ധ അമ്മ വിനയപ്പെടുത്തിയപ്പോൾ ഇറങ്ങി വസിച്ചവനായ ദൈവമേ, ഇന്ന് പരസ്പരം താഴ്ത്തുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവൻ്റെ മുമ്പിൽ, എൻ്റെ പ്രിയപ്പെട്ടവളുടെ മുമ്പിൽ മുഴങ്കാലും അടക്കാൻ ഞാൻ തീരുമാനിക്കുകയാണ്. ഞാൻ തോറ്റുകൊടുക്കുകയാണ്. ദൈവമേ, പരസ്പരം സ്നേഹിക്കാൻ ഇന്നലെ വരെയും ഒത്തിരി ശത്രുതയോടെ ഞങ്ങൾ കരുതിയവരെയും
ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ഒന്നും നോക്കാതെ സ്നേഹിക്കാൻ ഞങ്ങളെ സഹായിക്കണേ. ഇതിനെല്ലാം ശക്തി തരുന്നത് തമ്പുരാനെ നിന്റെ തിരുശരീര രക്തങ്ങളാണ്. നിന്നെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിക്കുന്നത് വഴിയായി, നിന്നെ ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുന്ന വഴിയായി എന്തൊന്നില്ലാത്ത ശക്തി ഞങ്ങളുടെ ഉള്ളിൽ നിറച്ച് എല്ലാ ചൈതന്യവും കർത്താവെ 1 വർഷത്തേക്കല്ല, 2 വർഷങ്ങളിലേക്കല്ല, ഞങ്ങൾക്ക് ആയുസ്സുള്ള നാളുകളിലൊക്കെയും ഞങ്ങളുടെ കുടുംബങ്ങളിലും വ്യക്തി ജീവിതങ്ങളിലും നിലനിർത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധമ്മേ മാതാവേ, സകല വിശുദ്ധന്മാരെ പ്രാർത്ഥിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും വിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനായ പുത്രൻ തമ്പുരാന്റെ കൃപയും വിശുദ്ധാത്മാവിൻ സംബന്ധവും സഹവാസവും ദൈവമേ ഞങ്ങളെല്ലാവരോട് കൂടെയും ദൂരത്തു നിന്നും ചാരത്തു നിന്നും ഇത് ശ്രവിക്കുന്നവരോടും കാണുന്നവരോടുകൂടെയും അവരുടെ ജീവിതങ്ങളോടും അവരുടെ പ്രയാസങ്ങളോടും അവരുടെ എല്ലാ ഭാരങ്ങളോടും കൂടെയും ദൈവമേ എന്നുമെന്നാളും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ.